ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നല്ല ഫുൾ കപ്പോലുള്ള ചപ്പാത്തി ഉണ്ടാക്കുക എന്നാണ്. നമുക്ക് നോക്കാം. ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനായിട്ട് ആശീർവാദിൻ്റെ മാവാണ് എടുക്കുന്നത് കേട്ടോ. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് കുറേശ്ശെ മാവിട്ട് കൊടുക്കുക. നമുക്ക് എത്ര ക്വാണ്ടിറ്റി മാവാണോ വേണ്ടത് അത്രത്തോളം നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുക. ഉപ്പിൻ്റെ അളവൊന്നും പറയേണ്ടതില്ലല്ലോ, അപ്പോൾ അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ കുറച്ച് വെള്ളം എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു ചൂടുവെള്ളമാണ് എടുക്കുന്നത്. അത് നമ്മൾ കുറേശ്ശെയായിട്ട് മാവിലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മാവെന്ന് വെച്ചാൽ എന്തോ പറയുന്നത്, കട്ടിയാവാൻ പാടില്ല. നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇതാ കണ്ടോ, ഞാനപ്പോൾ ചപ്പാത്തി മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നല്ല പരുവാവാൻ വേണ്ടി നന്നായിട്ട് നമ്മൾ നല്ല പ്രസ് ചെയ്ത് ഉടച്ച് അത് ഉണ്ടാക്കിയെടുക്കുക. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ മാവിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലായിട്ട് ഞാൻ കുറച്ച് മാവ് ഓരോ ബോൾസായിട്ട് ഉരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളമാണ് വലിയ ചപ്പാത്തി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ബോൾസ് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ വലിയതായിട്ടല്ല, ചെറിയ സൈസ് ചപ്പാത്തി ബോൾസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റൗവിനകത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനുള്ള തവയുണ്ടല്ലോ, അത് വയ്ക്കുന്നുണ്ട്. എല്ലാവരും ആണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ചപ്പാത്തിയുടെ മാവ് ഫുള്ള് പരത്തി വെച്ചതിന് ശേഷമാണ് ചൂടുന്നത്. ഞാനങ്ങനെയല്ല, ഞാൻ തവ ചൂടാക്കാൻ വെച്ച ഉടനെ ഓരോരോ ചപ്പാത്തിയായിട്ട് പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കുക ചെയ്യുന്നത്. അപ്പോഴായിരിക്കും നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടുക. അല്ലാതെ നമ്മൾ ഉണ്ടാക്കി പരത്തി വെച്ച ശേഷം അവസാനം എല്ലാം കൂടി ചുട്ടെടുക്കുകയാണെങ്കിൽ അതത്ര സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ തവ ചൂടാവുന്നതിനനുസരിച്ച് ഓരോരോ ചപ്പാത്തി പരത്തി എടുക്കുകയാണ് കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. അതിൽ പൊടിയൊക്കെ തട്ടിയിട്ട ശേഷം നമുക്ക് ചൂടായ തവയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചപ്പാത്തിയുടെ നമ്മൾ ഇട്ട് കൊടുത്ത ചപ്പാത്തിയുടെ മുകളിൽ ചെറിയ കുമ്പള വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ചെറിയ ബബിൾസ് വരണം. ആ ബബിൾസ് വരുന്ന എപ്പോഴാണോ അപ്പോഴും നമ്മൾ ചപ്പാത്തി തിരിച്ചിട്ട് കൊടുക്കണം. ഇവിടെ ചെറിയതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിടാം. അപ്പോൾ ചപ്പാത്തി തിരിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡും ബബിൾസ് വരുമ്പോൾ ഞാനത് ആ പാത്രത്തിൽ നിന്ന് ആ തവ മാറ്റിയിട്ട് തീയിൽ ഇട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും. നല്ല പൊള്ളി നല്ല സോഫ്റ്റായിട്ട് വരും. ഉണ്ടോ, 2 ലെയറായിട്ട് വന്നിട്ടുണ്ട് ചപ്പാത്തി. നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണിത്. അത് കണ്ടോ, അതിനെ ഒന്ന് പിച്ചി നോക്കുമ്പോൾ അറിയാം. കണ്ടോ, 2 ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി പറയേണ്ടതുണ്ടോ ചപ്പാത്തി എങ്ങനെ ഇരിക്കും എന്നുള്ളത്? നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടവർക്ക് താങ്ക് യു സോ മച്ച്. ഇനിയും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. പിന്നൊരു കാര്യം മറക്കരുത്, സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്ത് വെച്ചോളൂ. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ടാറ്റ, ബൈ ബൈ.